ഞാൻ വിളിച്ചപ്പോ അങ്ങേര് വിളിച്ചപ്പോ ഞാൻ എണീച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉണർന്ന് നടക്കിയിരുന്ന സമയത്ത് ആ വെള്ളം കോരി ഒഴിച്ച മുതലാളിയുടെ ഉടമസ്ഥയിലല്ല ഇപ്പോൾ ഈ പെട്രോൾ പമ്പ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ പമ്പ് വേറെ കൈമാറി. നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ടോ? മിക്ക പയ്യന്മാരെ ഉപദ്രവിച്ചു. എന്നെ ഓരോ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മുതുകത്ത് വണ്ടി വിളിച്ചില്ല, വരുന്ന വണ്ടി വിളിച്ചില്ലെന്ന് പറഞ്ഞ് എന്റെ മുതുകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. അമൃത ഫ്യൂൾസ്. അമൃത ഫ്യൂൾസ്. ആ കല്ലമ്പലം അല്ലേ? ഓ മണമ്പൂർ കല്ലമ്പലം അല്ലേ? ഓ അത് തന്നെ അത് തന്നെ. വേറെ ജീവനക്കാരെയൊക്കെ അദ്ദേഹം ഉപദ്രവിക്കാറുണ്ടോ? അത് ചെയ്യാറുണ്ട്, പക്ഷെ അമ്മാര് പറയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് തമിഴ്നാട് അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പറയുന്ന തൊഴിൽ മേധാവികൾ തൊഴിലാളികളെ ക്രൂരമായി അടിച്ചമർത്തുകയും അവരെ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്ന് അത്തരം വാർത്തകൾ കുറവാണ്. കാരണം ഇവിടെ എല്ലാവർക്കും വർഗ്ഗബോധമുണ്ട്, ഒരുപാട് യൂണിയനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മർദ്ദനങ്ങളൊക്കെ കേരളത്തിൽ കുറവാണ്. പക്ഷേ ഈയിടെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു. എൻ്റെ പിറകിൽ കാണുന്നതാണ് വെയിലൂർ പെട്രോൾ പമ്പ്. അതായത് നമ്മുടെ കടുവാപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ട് വരും. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ, അതായത് ഇവിടെ പെട്രോൾ ഒഴിക്കാൻ നിൽക്കുന്ന ജീവനക്കാരൻ രാത്രി വണ്ടികളൊന്നും അർദ്ധരാത്രി 11 മണിക്ക് മറ്റുമാണ് വണ്ടികളൊന്നും വരാത്ത നേരത്തെ അല്പം ഒന്ന് മയങ്ങിപ്പോയി. അതിനെ തുടർന്ന് ഇത് CCTV വഴി മൊബൈലിൽ കണ്ട മുതലാളി നേരെ ഇവിടെ വന്നിട്ട് ആ തൊഴിലാളിയുടെ മേക്ക് വെള്ളം കോരി ഒഴിച്ചു. ആ തൊഴിലാളിയുടെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ പറയട്ടെ. ഹലോ, നമസ്കാരം. ഓ പറഞ്ഞു സാർ. എന്തായിരുന്നു നിങ്ങളുടെ സംഭവം? നിങ്ങൾ ജോലി സമയത്ത് കിടന്ന് ഉറങ്ങിപ്പോയോ? ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 മണി തൊട്ട് 5 മണി വരെ ഉറങ്ങാനുള്ള സമയം. അപ്പൊ മറ്റേ പുള്ളിക്കാരൻ വന്ന 3:30-ക്കാണ്. 3:30-ക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ 3:30 പോയി. 3:30 കുറച്ച് താമസിച്ചു. അപ്പൊ ഇന്ന് ഞാൻ ചെന്നിട്ട് കിടന്നുറങ്ങി. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ എണീരി മുതലാളി ഇപ്പൊ വരുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എണീക്കാന്ന് പറഞ്ഞു. എണീക്കാണ്ട് വന്നപ്പോഴത്തേക്കും ഈ മുതലാളി വന്നിട്ട് എന്റെ പുറത്തോടെ വെള്ളം കൂടി ചോദിച്ചു, തണുത്ത വെള്ളം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞു. ചീത്ത പറഞ്ഞപ്പോ അങ്ങനെ എന്റെ കപാലത്തിനടിച്ചു. അപ്പൊ ഞാൻ റീഡിങ് ഒന്നും കൊടുക്കാൻ അപ്പൊ തന്നെ ഇറങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എന്തെന്ന് വെച്ച് ചെയ്യാം. അങ്ങനെ അമ്മ വിളിച്ചു ചോദിച്ചു, അപ്പാവും വിളിച്ചു ചോദിച്ചു. അപ്പൊ ഇത് എനിക്ക് പറഞ്ഞു ഞാൻ അങ്ങേര് വിളിച്ചപ്പോ ഞാൻ എണീച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഉണർന്ന് നടക്കിയിരുന്ന സമയത്ത്. ഓ അങ്ങനെയാണ് സംഭവിച്ചത്. ഈ വെള്ളം ദേഹത്തോട് ഒഴിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം ഇദ്ദേഹം അവിടെ ഇരുന്ന വെള്ളം എടുത്ത് ഒഴിച്ചാണോ അതോ? ഓ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ അടുത്തായിട്ടാണ് കൂളർ ഇരിക്കുന്നത് വെളിയിൽ. അവിടെ നിന്ന് തണുത്ത വെള്ളം കോരിട്ടാണ് എന്റെ മുഖത്ത് ഒഴിച്ചത്. നിങ്ങൾ കിടന്നുറങ്ങിയപ്പോ അല്ലേ? ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന മിക്ക പയ്യന്മാര് ഉപദ്രവമാണ് ഇങ്ങേര്. നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ടോ? മിക്ക പയ്യന്മാരെ ഉപദ്രവിച്ചു. എന്നെ ഓരോ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മുതുകത്ത് വരുന്ന വണ്ടി വിളിച്ചില്ലെന്ന് പറഞ്ഞ് എന്റെ മുതുകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ മുഖത്ത് നിങ്ങൾ ഉറങ്ങി കിടന്നപ്പോ തണുത്ത വെള്ളം ഒഴിച്ചു. അപ്പൊ നിങ്ങൾ എഴുന്നേറ്റു. എന്തോ പറഞ്ഞപ്പോ ഇയാള് മർദ്ദിച്ചു അല്ലേ? അടിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഈ വെള്ളം ഒഴിച്ചപ്പോ നിങ്ങളെ ചെവിയിലും എല്ലാം വെള്ളം വേണോ? അങ്ങനെ വീണായിരുന്നു. എന്റെ പുറത്ത് മൊത്തം വീണായിരുന്നു വെള്ളം. എന്തൊക്കെ സംഭവിച്ചു? എന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചപ്പോ തന്നെ ചാടി എണീച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തിന് ഒരു ചീത്ത വാക്ക് ഞാൻ പറഞ്ഞു. മുഖത്താണോ കറക്റ്റ് വെള്ളം ഒഴിച്ചത് അതോ ചെവി? മുഖത്തുമായിട്ട് തന്നെ ഒഴിച്ചത്. തണുത്ത വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ഞാൻ എണീച്ചപ്പോഴത്തേക്ക് പേരെന്താണ്? രാജേഷ്. ഈ സ്ഥാപനത്തിന്റെ പെട്രോൾ പമ്പിന്റെ പേരെന്താണ്? അമൃത ഫ്യൂൾസ്. അമൃത ഫ്യൂൾസ്. കല്ലമ്പലം അല്ലേ? ഓ മണമ്പൂർ കല്ലമ്പലം അല്ലേ? ഓ അത് തന്നെ. ശരി. അത് നിങ്ങൾ നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ട്? ഓ നേരത്തെ വരുവാണെങ്കിൽ വണ്ടി വിളിച്ചില്ലെന്നും പറഞ്ഞ മുതുകത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ജീവനക്കാരെയൊക്കെ അദ്ദേഹം ഉപദ്രവിക്കാറുണ്ടോ? അത് ചെയ്യാറുണ്ട്, പക്ഷെ അമ്മാര് പറയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങള് അവിടെ ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കിടന്നുറങ്ങിയത് അല്ലേ? ഓ ഒരു അരമണിക്കൂർ കൂടുതലായി പോയി, അത്രേ ഉള്ളൂ. എഴുന്നേക്കാൻ ഒരു അരമണിക്കൂർ വൈകി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഉള്ള ആൾക്കാർ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മളൊരു ക്യാമറ കണ്ടിട്ടാണ് അവിടെ വന്നത്? ക്യാമറ കൂടെ നോക്കിയിട്ടാണ് വന്നത്. ഏകദേശം സമയം എത്ര മണിയായിരുന്നു? സമയം ഒരു 6 മണിയൊക്കെ ആവും. 6 മണി രാവിലെ. രാവിലെ. ഡേറ്റ് എന്നാന്ന് ഓർമ്മയുണ്ടോ? ഡേറ്റ് എന്നാണ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. ഏകദേശം ഇപ്പൊ സംഭവം എത്ര ദിവസമായി? ഒരു 2 ആഴ്ചയൊക്കെ ആയി കാണും. 2 ആഴ്ച അല്ലേ? നിങ്ങൾ പരാതി വല്ലതും കൊടുത്തോ പോലീസിൽ വല്ലോ? ഇല്ല, ഒന്നും കൊടുത്തില്ല. എന്റെ വീട്ടുകാരൻ എത്ര രൂപ ശമ്പളം ഉള്ളേ? 10. 10,000 രൂപ ശമ്പളം. എത്ര മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്? അങ്ങനെയൊന്നുമില്ല. അവരങ്ങനെ പറയണ സമയത്തോടെ നമുക്ക് പോവാം. അങ്ങനെ അവരെ വിളിച്ചു നിർത്തും. നിങ്ങളെ വീട്ടില് നിങ്ങളുടെ ഈ വരുമാനം കൊണ്ടാണോ ജീവിക്കുന്നത്? ഓ എന്റെ അമ്മാവ വീട്ടു ജോലിക്കാണ് പോണത്. അമ്മാമ്മയോ? ഓ എന്റെ അമ്മയും അച്ഛനും വേറെ കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങൾ അമ്മാമ്മയുടെ ഒപ്പമാണ്? ഓ അമ്മാമ്മയും അപ്പാപ്പന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളെ വീട് എവിടെയാണ്? വീട് കറക്റ്റ് കരവാര ലക്ഷപ്പീട്.
പേരെങ്ങനെയാണ്? വിഷ്ണു. പരാതി ഒന്നും കൊടുക്കാൻ പോയില്ല അല്ലേ? ഇല്ല ഒന്നും കൊടുത്തില്ല. പരാതി കൊടുക്കാത്ത എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീട്ടിന്റെ അടുത്താണ് ഈ പുള്ളിക്കാരന്റെ വീട്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരാമോ? ഇത് എന്തായാലും ഞാൻ നാളെ വിളിക്കും. ഞാൻ ഇവിടെ ജോലിയുടെ കാര്യമായിട്ട് വന്നതാണ്. എവിടെയുള്ളത്? ഇപ്പൊ എറണാകുളം. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരണേ കേട്ടോ. ഓ ശരി. ഏതായാലും ആ വെള്ളം കോരി ഒഴിച്ച മുതലാളിയുടെ ഉടമസ്ഥയിലല്ല ഇപ്പോൾ ഈ പെട്രോൾ പമ്പ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ പമ്പ് വേറെ കൈമാറി. ഈ കൈമാറുന്നതിന് തലേദിവസമാണ് ഈ സംഭവം നടന്നത്. അദ്ദേഹത്തിന് വലിയ മാനസിക വിഷമമുണ്ടായി. കാരണം ജോലി ചെയ്യുന്ന സ്ഥാനത്തിൽ മുതലാളി ഉറങ്ങിക്കിടക്കുമ്പോൾ പുറത്തൂടെ വെള്ളം കോരി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നീചമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അതിനെതിരെ സമൂഹം പ്രതികരിക്കുക തന്നെ വേണം. വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.